morning dear students. Welcome to today's online class. ഇന്ന് നമ്മുടെ കമ്പൈൻഡ് ക്ലാസ്സുകൾ അവസാനിക്കുന്ന ദിവസമാണ്. കാരണം ബികോം BBA കോമൺ ടോപ്പിക് ആയിരുന്നു ഇതുവരെ എടുത്തിരുന്നത്. അപ്പോൾ ഇന്നത്തോടു കൂടി കോമൺ ആയിട്ടുള്ള ടോപ്പിക്ക് 2 ക്ലാസ്സിന് അവസാനിപ്പിക്കുകയാണ്. ബികോം ബാച്ചിന് ഇവിടെ ഈ ഡിബെഞ്ചേഴ്സ് എന്നുള്ളതിൻ്റെ കണ്ടിന്യൂവേഷൻ കുറച്ചുകൂടിയുണ്ട്. ബികോം ബാച്ചിനെ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്നുള്ള ടോപ്പിക് കൂടി പഠിക്കാനുണ്ട്. കുറച്ച് ഭാഗ്യമുള്ളൂ, റിഡംഷൻ്റെ ജേർണൽ എൻട്രീസ് മാത്രമേ പഠിക്കാനുള്ളൂ. അതേസമയം BBA സ്റ്റുഡൻസിന് BBA ബാച്ചിന് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് പോലെയുള്ള ഷെയർസിൽ കുറച്ച് ടോപ്പിക് കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും കോമൺ ടോപ്പിക് ഇന്നത്തോടുകൂടി നിർത്തുകയാണ്. നമ്മളിന്ന് അവസാന ഭാഗമായിട്ടുള്ള കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ടോപ്പിക്കൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ നേരിട്ട് കടക്കുകയാണ്. അധികം സമയം കളയാനില്ല നമുക്ക്. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 147 ഇല്ലസ്ട്രേഷൻ 9 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. M Limited took over assets of ₹7 lakh and liabilities of ₹60,000 of N Limited for the purchase consideration of ₹6,60,000. M Limited paid the purchase consideration by issuing 12% debentures of ₹100 each at a 10% premium. Give journal entries in the books of M Limited. ഇതും നമുക്ക് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, ബോർഡിൽ വർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും ഇതിൻ്റെ സമ്മറി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. M Limited സമ്മറി ആദ്യം പറയാം. M Limited took over assets of ₹7 lakhs. അസറ്റ്സ് 7 ലക്ഷമാണ്. അപ്പോൾ ഇത് അസറ്റ്സ് ആണ്. ദെൻ ലയബിലിറ്റീസ് ₹60,000 ഓഫ് N Limited. അപ്പോൾ M Limited എന്ന് പറയുന്ന കമ്പനി N Limitedൻ്റെ ₹7 lakh വില വരുന്ന അസറ്റ്സും ₹60,000 വിലയുള്ള അല്ലെങ്കിൽ അത്രയും വിലമതിക്കുന്ന ലയബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്തു. അങ്ങനെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ നമുക്കറിയാം നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് ₹7,40,000 ആണ്. ദെൻ കൺസിഡറേഷൻ പേയബിൾ അല്ലെങ്കിൽ കൺസിഡറേഷൻ നമ്മൾ പറയുന്നു എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത്? 7,40,000 അല്ല, 6,40,000. സോറി. അപ്പോൾ 7 lakhൽ നിന്ന് 60,000 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് അസറ്റ്സ് 6,40,000 ആണ്. ആഡ് ചെയ്യല്ല, ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ലെസ് നെറ്റ് അസറ്റ്സ് ആണ്. കൺസിഡറേഷൻ പേയബിൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6,60,000. അപ്പോൾ ഇവിടെ 20,000 എക്സസ് ആണ്. എക്സസ് 20,000 നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം? ഗുഡ്വില്ലായിട്ട് കൺസിഡർ ചെയ്യണം. ഇത് നമ്മുടെ ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളതല്ല, എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷനേക്കാൾ കുറവാണോ അല്ലെങ്കിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ, ലോസ് ആണ് വരുന്നതെങ്കിൽ, ലോസ് നമുക്ക് പറയാൻ പാടില്ല, നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷനേക്കാൾ കുറവാണ് നെറ്റ് അസറ്റ്സ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് ഗുഡ്വിൽ എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 8 lakh ആണെന്ന് വിചാരിക്കുന്നത്. 8 lakh ആണെങ്കിൽ ഇവിടെ 7,40,000. അപ്പോൾ എക്സസ് ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 40,000 വന്നു കഴിഞ്ഞാൽ 7 lakh ആയി. അപ്പോൾ 80,000.
ഇതിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയും. ഇത് പ്രോഫിറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഇത് നമുക്കിപ്പോൾ പഠിക്കാനുള്ളതല്ല എങ്കിലും ഈ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് അറിയേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് 20,000 രൂപ അധികമാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് 20,000 റുപ്പീസ് അധികം നമ്മൾ പേ ചെയ്യുന്നു. ആ അധികം പേ ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? ഗുഡ് വിൽ എന്ന് പറയേണ്ടി വരും. അപ്പോൾ എക്സസ് എമൗണ്ട് ആയിട്ടുള്ള 20,000 എന്താണ്? ഗുഡ് വില്ലാണ്. ഇത് എഴുതാനുള്ള മറ്റൊരു വഴി നമുക്ക് ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. വേറൊരു മെത്തേഡ് കൂടിയുണ്ട്, ഒരു ടെക്നിക്ക് കൂടിയുണ്ട്. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ 12% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് 10% പ്രീമിയമാണ്. അപ്പം 100 രൂപ വിലയുള്ള 10% എന്താണ്? പ്രീമിയം. അപ്പോൾ = 110 രൂപ. നമുക്ക് പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 6,60,000. Therefore, number of debentures to be issued is equal to നമുക്ക് ആകെ വേണ്ടത് 6,60,000 ആണ്. ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 110 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6,60,000 ഡിവൈഡ് ബൈ 110 is equal to 6,000 ഡിബഞ്ചേഴ്സ്. ഇതാണ് ഇതിൻ്റെ സമ്മറി. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? ജേണൽ എൻട്രി എങ്ങനെ എഴുതണം എന്ന് നോക്കാം. നമുക്ക് ജേണലൈസ് ചെയ്യാം. ജേണലൈസ് ചെയ്യാൻ എളുപ്പമാണ്. സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ. സൺട്രി അസറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് നമ്പർ ഓഫ് അസറ്റ്സ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ. നമുക്ക് എത്ര രൂപയുടെ അസറ്റാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്? 7 lakh ആണ്. 7 ലക്ഷം. ഇനി 2 ലയബിലിറ്റീസ് അക്കൗണ്ട്. ലയബിലിറ്റീസ് എത്രയാണ്? 60,000. വീണ്ടും 2 അൺലിമിറ്റഡ് അക്കൗണ്ട്. അൺലിമിറ്റഡ് നമ്മൾ കൊടുക്കുന്നു എത്രയാണ്? 6,60,000. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസിങ് ടെക്നിക്കാണത്. ഇങ്ങനെ ജേണൽ എൻട്രി എഴുതുമ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് എഴുതുക. ഇവിടെ നമുക്കറിയാം 6,60, 40, 7, 7,20 വരുന്നു. അപ്പോൾ ഇവിടെയാണ് ബാലൻസിങ് ഫിഗർ വരുന്നത്. ഇവിടെയാണ് ഷോർട്ടേജ് വരുന്നത്. ആ ഷോർട്ടേജ് നമ്മൾ ഫില്ല് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു? ഗുഡ് വിൽ അക്കൗണ്ട്. ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ. ഇനി തിരിച്ചാണെങ്കിലോ, ഇവിടെയാണ് ബാലൻസിങ് ഫിഗർ വരുന്നതെങ്കിലോ അതിനെ നമ്മൾ എന്തായിട്ട് പറയും? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് സ്പേസ് വിടേണ്ട കാര്യമില്ല. കാരണം എന്താ? അടുത്ത ഐറ്റമായിട്ടൊരു ക്രെഡിറ്റ് ഐറ്റം കൂടി ആഡ് ചെയ്യാം. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്പേസ് വിടണം. അപ്പോൾ ഒന്നുകിൽ എഴുതുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് ആണോ കുറവ് ഷോർട്ടേജ് വരുന്നത്? ക്രെഡിറ്റ് ആണോ ഷോർട്ടേജ് വരുന്നത്? ഡെബിറ്റ് ആണ് ഷോർട്ടേജ് വരുന്നതെങ്കിൽ നമുക്ക് ഗുഡ് വിൽ എന്ന് ധൈര്യമായിട്ട് എഴുതി വയ്ക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻസിനെ കുട്ടികൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ എന്ത് ചെയ്യാം? ഗുഡ് വിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് വരേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ അടുത്ത ജേണൽ എൻട്രിയാണ് നമുക്ക് ശരിക്കും പഠിക്കാനുള്ളത്. ഡിബഞ്ചേഴ്സിൻ്റെ കാര്യത്തിൽ പഠിക്കാനുള്ള അടുത്ത ജേണൽ എൻട്രിയാണ്. പക്ഷേ ഇതുകൂടി അതിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ ടോപ്പിക് കൂടി പഠിച്ചിട്ട് വേണം കുട്ടികൾ എക്സാമിനേഷന് പോകാൻ കേട്ടോ. നരേഷൻ എഴുതാം. ബീയിങ് ദ പർച്ചേസ് ഓഫ് അൺലിമിറ്റഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അൺലിമിറ്റഡിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് അൺലിമിറ്റഡ് എന്ന് എഴുതാം. പർച്ചേസ് ഓഫ് അങ്ങനെ വേണമെങ്കിൽ എഴുതാം.
assets and liabilities of N Limited. ഇത്ര എഴുതിയാൽ മതി. വേറെ അതിൽ കൂടുതൽ എന്താണ് എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബീയിങ് ദ പർച്ചേസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എൻ ലിമിറ്റഡ് അത്രമാത്രം എഴുതിയാൽ മതി. അടുത്ത കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, എൻ ലിമിറ്റഡിന് നമുക്ക് കൊടുക്കേണ്ടത് 6,60,000 രൂപയാണ്. അതിൽ നമ്മൾ നേരത്തെ കണ്ടു നോക്കി 6,000 ഡിബഞ്ചറാണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എൻ ലിമിറ്റഡ്സ് അക്കൗണ്ട് ഡെറ്റർ 6,000 നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻറ്റു 100+10. എന്താണ് ഞാൻ ഇങ്ങനെ എഴുതിയാനുള്ള കാരണം എന്താ, 100+10 എന്ന് എഴുതാനുള്ള കാരണം എന്താ, ഇത് വേണമെങ്കിൽ ഇതൊരു ബ്രാക്കറ്റിൽ ഇട്ടോളൂ. എന്താണ് 100+10 എന്ന് പറയുന്നത് 10 രൂപ പ്രീമിയമാണ്. അപ്പോൾ 6,000 ഇൻറ്റു 110, 110, ദാറ്റ് ഈസ് 6,60,000. ടു എത്ര ശതമാനമാണ് ഡിബഞ്ചേഴ്സ്? to 12% debentures, to 12% debentures account, 6,000 into 100, that is 6 lakh. Then security premium അല്ലെങ്കിൽ premium on issue of debentures account ബ്രാക്കറ്റിലെ 6,000 into 10, that is 60,000. നരേഷ് എഴുതുക. എന്താണ് നരേഷ് എഴുതുക? being issue of debentures at a premium of 10%. ഇപ്പോൾ ഇത് കഴിഞ്ഞു. ഞാൻ നേരത്തെ ഈ ഗുഡ് വില്ല് എക്സസ് എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞു. അതുകൂടാതെ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ശരിക്കും ഇവിടെ പഠിക്കേണ്ടുന്ന ജേണൽ എൻട്രി ഇതാണെങ്കിൽ കൂടി ഇതുകൂടി എഴുതിയാലാണ് നമുക്കിത് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് പഠിക്കാതെ നമുക്ക് ഒരിക്കലും ഇതിലേക്ക് പോകാൻ സാധിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 148, illustration 10. M Limited purchased assets of rupees 8,40,000 and took over liabilities of rupees 80,000 at an agreed value of rupees 7,20,000. M Limited issued 11% debentures at a 10% discount in full satisfaction of the purchase price. Give journal entries in the books of M Limited. ഇതും നമുക്ക് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനും ജേണൽ എൻട്രി എഴുതാനുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ജേണൽ എൻട്രി എഴുതുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ സമ്മറി വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എം ലിമിറ്റഡ് പർച്ചേസ്ഡ് അസറ്റ്സ് ഓഫ് rupees 8,40,000. ഇവിടെയും എം ലിമിറ്റഡ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, അസറ്റ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത് ഫോർ ദ വാല്യൂ ഓഫ് rupees 8,40,000. 8,40,000 രൂപയുടെ അസറ്റാണ്. ആൻഡ് ടുക്ക് ഓവർ ലയബിലിറ്റീസ് ഓൾസോ ഓഫ് rupees 80,000. ലയബിലിറ്റീസ് ഉണ്ട്, 80,000 ആണ്. അപ്പം നെറ്റ് അസറ്റ്സ് 8,40,000 48 വീണ്ടും 40 കഴിഞ്ഞാൽ 7,60 അല്ലേ. ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ നമുക്ക് 7,60,000 രൂപ മൂല്യമുള്ള അസറ്റ്സ് ആണ് കിട്ടുക. നെറ്റ് അസറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. അപ്പോൾ 7,60,000 വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. at an agreed value of rupees 7,20,000. ഇനി കൺസിഡറേഷൻ ഓർ അഗ്രീഡ് വാല്യൂ അല്ലെങ്കിൽ കൺസിഡറേഷൻ പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിന് കൊടുക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഗ്രീഡ് ടു ബി rupees 7,20,000.
then there is a profit, capital profit of rupees 40,000. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ദെൻ ക്യാപിറ്റൽ റിസർവിലേക്കാണ് എന്ത് പോകേണ്ടത്, ഈ 40,000 രൂപ പോകേണ്ടത് എന്താണ്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് 40,000 രൂപ. നേരത്തെ ഇതുപോലെ ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് കൺസിഡറേഷൻ പേയബിൾ കൂടുതലായിരുന്നു, നെറ്റ് അസറ്റ് കുറവും കൺസിഡറേഷൻ പേയബിൾ കൂടുതലായിരുന്നു. ദെൻ അപ്പോൾ നമുക്ക് ലോസാണ് വരിക. ലോസ് സംഭവിക്കുമ്പോൾ അവിടെ ഗുഡ് വിൽ എന്ന് എഴുതുന്നു. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, 7,07,20,000 ആണ് നമ്മുടെ പേയ്മെൻറ്റ്. പക്ഷെ നമുക്ക് കിട്ടുന്ന കൺസിഡറേഷൻ നെറ്റ് അസറ്റ്സ് കൂടുതലാണ്, നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റിനേക്കാൾ കൂടുതലാണ്. ദെൻ ഈ അവസ്ഥയിൽ നമുക്ക് എന്താണ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്സസ് വരുന്ന എമൗണ്ട് എവിടേക്ക് മാറ്റാം, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാം. മനസ്സിലായല്ലോ. ഇനി അടുത്ത കേസ്, നമുക്ക് കൊടുക്കേണ്ട കൺസിഡറേഷൻ എത്രയാണ്, 7,20,000 ആണ് നമ്മുടെ കൺസിഡറേഷൻ. അപ്പോൾ പേയബിൾ കൺസിഡറേഷൻ പേയബിൾ ഈസ് ഈക്വൽ ടു 7,20,000. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡിബഞ്ചർ ആണ്. 11% ഡിബഞ്ചേഴ്സ് അറ്റ് 10% ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 10% ഡിസ്കൗണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഡിബഞ്ചറിൻ്റെ വാല്യൂ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ₹100. 100 രൂപയായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ 100ൻ്റെ 10% കുറയ്ക്കുമ്പോൾ 10 രൂപ കുറയ്ക്കുമ്പോൾ 90 രൂപയാണ് വരിക. Therefore, number of debentures to be issued is equal to 7,20,000 divided by 90 is equal to എത്ര ഷെയർസ് ആണ്, ഡിബഞ്ചേഴ്സ് ആണ്, 8,000 ഡിബഞ്ചേഴ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാച്ച് എവിടേക്ക് പോവാം, ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടി പോവാം. ഇനി നമുക്കിതിൻ്റെ ജേണൽ എൻട്രി എഴുതാം. ജേണൽ എൻട്രി എഴുതാൻ എളുപ്പമാണ്. സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ. അസറ്റ്സ് എത്രയാണ്, 8,40,000 ആണ്. അപ്പോൾ 8,40,000 എഴുതും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഗ്യാപ്പ് വിടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ചുല്ലോ. ഇത് ഞാൻ 2 ടെക്നിക്ക് പറഞ്ഞെന്നാണ്. ആദ്യത്തെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. 2 എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം എഴുതണം എന്താണ്, സൺട്രി അല്ലെങ്കിൽ ലയബിലിറ്റീസ് അക്കൗണ്ട്, അതായത് സൺട്രി ലയബിലിറ്റി. ഒന്നിലധികം ഐറ്റംസ് ഉണ്ടെങ്കിൽ സൺട്രി ലയബിലിറ്റീസ് അക്കൗണ്ട്. സൺട്രി ലയബിലിറ്റീസ് അക്കൗണ്ട് 80,000, 80,000. അപ്പോൾ 80,000 രൂപയുടെ ലയബിലിറ്റി ആണുള്ളത്. ഇനി നമ്മുടെ കൺസിഡറേഷൻ ഉണ്ട്. കൺസിഡറേഷൻ എത്രയാണ്, കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇവിടെ എം ലിമിറ്റഡ് പർച്ചേസിൽ നിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കമ്പനിയുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വെൻഡർ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നേരത്തെ അൺലിമിറ്റഡ് പറഞ്ഞ കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. വെൻഡർ കമ്പനി അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന 7,20,000. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ 8 lakh ഉള്ളൂ. 720 ആൻഡ് 80,000, ദാറ്റ് ഈസ് 8 lakh. 40,000ൻ്റെ ഒരു വ്യത്യാസം, ഷോർട്ടേജ് ഇവിടെ വരുന്നു. ദെൻ ആ ഷോർട്ടേജ് ഇവിടേക്ക് എഴുതാം. ദെൻ അതിലെന്തായിട്ട് കൊടുക്കാം, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് നരേഷൻ വളരെ സിമ്പിളായിട്ട് എഴുതാം. ബീയിങ് assets and liabilities എന്താണ്, പർച്ചേസിൽ നിന്ന് എഴുതിയാൽ മതി. അടുത്തത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 8,000 ഡിബഞ്ചറാണ്. അപ്പോൾ 8,000 ഡിബഞ്ചറിനെ 90 രൂപയാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ കിട്ടുന്ന എമൗണ്ട്.
₹10 ഡിസ്കൗണ്ടാണ്. ഞാൻ പറഞ്ഞത് മാത്രം. ദെൻ നമുക്ക് ജേർണൽ എൻട്രിയിലേക്ക് പോകാം. ഇത് കൊടുക്കുന്നത് വെണ്ടർ കമ്പനിക്കാണ്. പേരില്ലാത്ത കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വെണ്ടർ കമ്പനി ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് നമുക്കറിയാവുന്ന നമ്പർ എത്രയാണ്? 8000 × 9, 90. ദാറ്റ് ഈസ് 7,20,000. ഇതിങ്ങനെ ഡിനോമിനേഷൻ എഴുതണമെന്നില്ല കേട്ടോ. അതറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 8,000 × 10, that is 80,000. 2 ഡിബഞ്ചേഴ്സ് എത്രയാണ്? 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്രയാണ്? 8,000 × 100, that is 8 lakh. Narration being 8,000 ഡിബഞ്ചേഴ്സ്, വേണമെങ്കിൽ 11% എന്നൊക്കെ എഴുതാട്ടോ. ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. 10% ഡിസ്കൗണ്ടിൽ 8,000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്യാപിറ്റൽ റിസർവ് വരുന്ന ഒരു ക്വസ്റ്റ്യനും ചെയ്തു. ഇവിടെ ഒരു ഗുഡ് വില്ല് വരുന്ന, നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഗുഡ് വില്ല് വരുന്ന ക്വസ്റ്റ്യനും ചെയ്തു. ഇത് കുട്ടികളുടെ ഇപ്പോൾ നിങ്ങൾ സ്ട്രെസ് ചെയ്യുന്ന ടോപ്പിക് അല്ലെങ്കിൽ കൂടി ഇത് നമുക്കറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം നന്നായിട്ട് തന്നെ. എന്നാൽ മാത്രമേ ഈ മേഖലയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഹെഡിലേക്ക് പോകാം. Our next topic is issue of debentures as collateral security. Sometimes companies issue debentures as collateral security against loan taken from banks or other financial institutions. അപ്പോൾ ഈ കേസിൽ കമ്പനീസ് പലപ്പോഴും തന്നെ ലോൺ എടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ആയിട്ട്, കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെക്കൻഡറി സെക്യൂരിറ്റി ഇൻ അഡീഷൻ ടു ദ പ്രിൻസിപ്പൽ സെക്യൂരിറ്റി. പലപ്പോഴും കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെക്യൂരിറ്റിയാണ്. അതായത് പ്രിൻസിപ്പൽ സെക്യൂരിറ്റി കൊണ്ട് നമുക്ക് ആ കടം വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ നോൺ പേയ്മെൻറ്റ് വരികയാണ്. ആ സമയത്ത് പ്രിൻസിപ്പൽ സെക്യൂരിറ്റി കൊണ്ട് കടം വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ടുന്നൊരു സെക്യൂരിറ്റീനെയാണ് സെക്കൻഡറി സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സെക്കൻഡറി ടൈപ്പ് സെക്യൂരിറ്റിയാണ്. ഇഫ് ദ കമ്പനി മേക്സ് ഡിഫോൾട്ട് ഇൻ ദ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, കമ്പനി റീപേയ്മെൻറ്റ് ഓഫ് ലോണിൽ മുടക്കം വരുത്തിയാൽ, അല്ലെങ്കിൽ അത് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ നടത്താതെ വരികയാണെങ്കിൽ, ആൻഡ് ദ പ്രിൻസിപ്പൽ സെക്യൂരിറ്റി പ്രൂവ്സ് ടു ബി ഇൻസഫിഷ്യൻറ്റ്, പ്രിൻസിപ്പൽ സെക്യൂരിറ്റി, പ്രൈമറി സെക്യൂരിറ്റി ഇൻസഫിഷ്യൻ്റ് ആവുകയും ചെയ്താൽ മാത്രമേ ദ ലെൻഡർ ക്യാൻ റിയലൈസ് ദ എമൗണ്ട് ഫ്രം ദ കൊളാട്രൽ സെക്യൂരിറ്റി ഓഫേർഡ്. ബാങ്കിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഈ കൊളാട്രൽ സെക്യൂരിറ്റി എടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ. ഓൺ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ദ കൊളാട്രൽ സെക്യൂരിറ്റി ഈസ് ഓട്ടോമാറ്റിക്കലി റിലീസ്ഡ്. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ റീപേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കൊളാട്രൽ സെക്യൂരിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ ആണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. എന്താണ് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്? എന്താണ്? അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? കമ്പനീസ് ലോൺ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്വാൻസ് വാങ്ങുന്ന സമയത്ത് ബാങ്കിനോ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെയാണ് എന്തായിട്ട് പറയുന്നത്? കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത്തരം കൊളാട്രൽ സെക്യൂരിറ്റി എന്താണ്? സെക്കൻഡറി സെക്യൂരിറ്റീസാണ്. എപ്പോഴും പ്രൈമറി സെക്യൂരിറ്റീസ് ഓൾറെഡി ഉണ്ടായിരിക്കും. ബാങ്ക്, ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു പ്രൈമറി ആയിട്ടുള്ള സെക്യൂരിറ്റീസ് അവർ ആവശ്യപ്പെടും.
ആ പ്രൈമറി സെക്യൂരിറ്റീസിനെ അഡീഷനായിട്ട് അല്ലെങ്കിൽ അതിനും പുറമേ ആയിട്ട് കൊടുക്കുന്ന അഡീഷണൽ സെക്കൻഡറി ആയിട്ടുള്ള സെക്യൂരിറ്റീനെയാണ് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സാണ് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഇത് സ്വാഭാവികമായിട്ടും സെക്കൻഡറി ആയതുകൊണ്ട് തന്നെ റീപേയ്മെൻറ്റ് തടസ്സം വരികയും പ്രൈമറി സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആയി വരികയും ചെയ്യുന്ന സമയത്ത് മാത്രമേ സെക്കൻഡറി സെക്യൂരിറ്റീസ് എടുക്കാൻ സാധ്യതയുള്ളൂ, ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ എടുക്കാൻ സാധ്യതയുള്ളൂ, അല്ലേ? സ്വാഭാവികമായിട്ടും ലോൺ റീപേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൻ്റെ ഈ കൊളാട്രൽ സെക്യൂരിറ്റീസ്ഷിപ്പ് റിലീസ് ചെയ്തു വരുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. 2 രീതിയിലാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു എൻട്രിയും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്യില്ല. പക്ഷേ ഒരു നോട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ട് എന്ത് ചെയ്യുന്നു, നോട്ട് കൃത്യമായിട്ട് ലോൺ അക്കൗണ്ടിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും എന്ത് ചെയ്യുന്നു, ലയബിലിറ്റി സൈഡിൽ ലോണിൻ്റെ താഴെ ഇത് ഒരു സെക്യൂരിറ്റി ഓറിയൻറ്റഡ് ലോൺ ആണെന്ന് അറിയുന്നതിന് വേണ്ടി ലോണിൻ്റെ താഴെ നോട്ടായിട്ട് റെഫർ ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് പ്രത്യേകിച്ച് ജേർണൽ എൻട്രീസ് ഒന്നും എഴുതുന്നില്ല, ഒരു നോട്ടായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സെക്കൻഡ് മെത്തേഡ്, കമ്പനി ഡിസൈഡ് ടു റെക്കോർഡ് ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി. അവർ കൃത്യമായിട്ട് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു, മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് അവർ കൃത്യമായിട്ട് ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നു. അങ്ങനെ ജേർണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. മനസ്സിലായല്ലോ? ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതേസമയം ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് സ്വാഭാവികമായിട്ടും ഡിബഞ്ചേഴ്സ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിൽ തന്നെയാണ് ഡിബഞ്ചേഴ്സ് കാണിക്കേണ്ടത് കേട്ടോ. ഇതാണ് കൊളാട്രൽ സെക്യൂരിറ്റി റെക്കോർഡ് ചെയ്യുന്ന ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇനി നമ്മളിപ്പോൾ റീപേ ചെയ്ത് കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും ലോണൊക്കെ റീപേ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നു, ഈ ജേർണൽ എൻട്രി എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ചെയ്യുന്ന ജേർണൽ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇതെന്ത് ചെയ്യുന്നു, റിവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 149, ഇലസ്ട്രേഷൻ 11. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ABC ലിമിറ്റഡ് ഇഷ്യൂഡ് 1500 14% debentures of ₹100 each to its bankers as collateral security for a loan of ₹110,000. So, how these facts will be recorded in the company's balance sheet under the 2 methods. 2 മെത്തേഡിലും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എക്സ്പ്ലനേഷൻ ആൻഡ് സോൾവിങ് ഓഫ് ദ പ്രോബ്ലം ബോർഡിൽ വർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ കൊളാട്രൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുകയാണ്. 1500 14% debentures of ₹100 each to its bankers as collateral security for a loan of ₹110,000. ഇത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്? അണ്ടർ 2 മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് മെത്തേഡ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് മെത്തേഡിനെ എന്ത് വേണ്ട, ഡിബഞ്ചർ റെക്കോർഡ് ചെയ്യുന്നൊരു സിസ്റ്റം ഇല്ല. അതിന് പകരം അതിൻ്റെ ലോണിൻ്റെ താഴെ തന്നെ ഒരു നോട്ട് രൂപത്തിൽ, ഒരു എക്സ്പ്ലനേഷൻ രൂപത്തിൽ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വയ്ക്കുക. അതാണ് അതിൻ്റെ സിസ്റ്റം. രണ്ടാമത്തെ മെത്തേഡ് ആകുമ്പോൾ ജേർണൽ എൻട്രി നിർബന്ധമാണ്. അത് മാത്രമല്ല, അതെങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റിൽ ആദ്യത്തെ മെത്തേഡിൽ എങ്ങനെ വരുമെന്ന് നോക്കാം നമുക്ക്. ബാലൻസ് ഷീറ്റാണിത്. ബാലൻസ് ഷീറ്റിനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ട് നോട്ട്സ് ടു അക്കൗണ്ടും എപ്പോഴും ഉണ്ടാകും. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ടും കൂടി വരച്ചിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് പോയിൻ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ് ഒന്നാമത്തെ ഐറ്റം.
ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഈ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഇതിനാദ്യം വരേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് താഴെ ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റലിന് നോട്ട് നമ്പർ കൊടുത്ത് ഷെയർ ക്യാപിറ്റലിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ എഴുതി, അങ്ങനെയാണ് തുടക്കം. പക്ഷെ ഇവിടെ നമുക്ക് ഷെയർ ക്യാപിറ്റലൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ആദ്യം തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസിലേക്കാണ് പോകുന്നത്. നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് ലയബിലിറ്റീസിൽ തന്നെ ലോങ് ടൈം ബോറോയിങ്സ് ആണ്. ഈ ലോങ് ടൈം ബോറോയിങ്സിലാണ് ഡിബഞ്ചർ വരിക, നോട്ട് നമ്പർ 1. ദെൻ ഇവിടെ വീണ്ടും നോട്ട്സ് ടു അക്കൗണ്ടിലാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. നോട്ട് നമ്പർ 1 ഹെഡിങ് ലോങ് ടൈം ബോറോയിങ്സ്. അതിന് താഴെ ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അറിയാവുന്ന ഡീറ്റെയിൽസൊക്കെ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് എഴുതുക എന്നുള്ളതാണ് നോട്ട്സ് ടു അക്കൗണ്ടിൽ ചെയ്യേണ്ടത്. ഇവിടെ ഡിബഞ്ചേഴ്സ് അല്ല, ബാങ്ക് ലോൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ബാങ്ക് ലോൺ ബ്രാക്കറ്റിലെ സെക്യൂർഡ് ബൈ issue of 1,500 14% debentures of rupees 100 each as collateral സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് ബാങ്ക് ലോൺ 1,10,000 നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ എവിടേക്ക് എടുത്ത് എഴുതുക, ഇവിടേക്ക് എടുത്ത് 1,10,000 കഴിഞ്ഞു. വേറൊന്നും നമുക്കതിൽ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി ആവശ്യമില്ല. അതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു ഫുട് നോട്ട് പോലെ, അതായത് നോട്ട്സ് ടു അക്കൗണ്ടിലെ എക്സ്പ്ലനേഷനിൽ മാത്രമാണ് ബാങ്ക് ലോൺ 1,10,000 അത് സെക്യൂർഡ് ആണ്. ഇറ്റ് ഈസ് സെക്യൂർഡ് ബൈ ഇഷ്യൂ ഓഫ് 1,500 14% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ, കൊളാറ്ററൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളൂ. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജേണൽ എൻട്രി കൂടി പാസ് ചെയ്തിട്ട് വേണം ഇത് എഴുതാൻ. അങ്ങനൊരു ചേഞ്ച് മാത്രമാണ് സെക്കൻഡ് മെത്തേഡിലുള്ളത്. നമുക്ക് നോക്കാം. മാത്രമല്ല അത് ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഇതിൽ ഡിബഞ്ചർ കൃത്യമായിട്ട് അത് എക്സിബിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ, കൃത്യമായിട്ട് അത് കാണിക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് സെക്കൻഡ് മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡിൽ ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് ജേണൽ എൻട്രി നിർബന്ധമാണ്. ആ ജേണൽ എൻട്രി നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം ജേണൽ ഞാൻ വരച്ചിട്ടില്ല, ഒറ്റ ജേണൽ എൻട്രി എഴുതാനുള്ളൂ. അപ്പോൾ ജേണൽ ആദ്യം തന്നെ എഴുതി വയ്ക്കാം. ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 1,50,000. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് കോളത്തിൽ 1,50,000.
നരേഷൻ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി ഫോർ എ ലോൺ. നരേഷൻ എഴുതാം. ഡിബഞ്ചേഴ്സ് issued as collateral security for a loan. ഇനി അടുത്തത് നമുക്ക് ബാലൻസ് ഷീറ്റ് എഴുതുക എന്നുള്ളതാണ്, ബാലൻസ് ഷീറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ABC ലിമിറ്റഡ് ആണ്. ഞാനിവിടെ ABC ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഇതാണ്. ഇവിടെ എമൗണ്ട് കോളം, നോട്ട്സ് അല്ലെങ്കിൽ നോട്ട് നമ്പർ. ആദ്യം നേരത്തെ അതിലൊന്നും മാറ്റില്ല, ആദ്യത്തെ പോലെ തന്നെ ഫസ്റ്റ് പോയിന്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിന് താഴെ ഹെഡിലൊന്നൊരു മാറ്റമില്ല, നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. നോൺ കറൻറ്റ് ലയബിലിറ്റീസിൽ തന്നെ ലോങ് ടൈം ബൊറോയിങ്സ്. ഇവിടെ നോട്ടിൽ നമ്പർ 1 കൊടുത്തു. നോട്ട്സ് ടു അക്കൗണ്ടിലേക്ക് വന്നു, നോട്ട് നമ്പർ 1 ഹെഡിങ് കൊടുത്തു, ലോങ് ടൈം ബോറോയിങ്സ് അണ്ടർലൈൻ ചെയ്തു. നമ്മൾ അതിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഐറ്റം എഴുതാം, ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ അതിൽ തന്നെ നമുക്ക് പറയാം എന്താണ് ബാങ്ക് ലോണിൽ കൃത്യമായിട്ട് പറയാം എന്താണ് 1,500 debentures of rupees ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാങ്ക് ലോൺ നമ്മൾ എമൗണ്ട് എഴുതി വയ്ക്കാം. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് 1,10,000. ബാങ്ക് ലോൺ 1,10,000. ദെൻ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ 1,500 ഡിബഞ്ചേഴ്സ്. Debentures 14%, 1,500 debentures of rupees 100 each എന്ന് പറഞ്ഞ് 1,50,000 less debenture suspense account 1,50,000. കാരണം ഇത് കൊളാട്രൽ സെക്യൂരിറ്റി ആണ്. അങ്ങോട്ട് എഴുതാം 1,10,000. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിബഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 1,500 ഡിബഞ്ചേഴ്സ്. അതിന് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണ് ലോണ് കഴിയുന്ന സമയത്ത് ഈ ജേണൽ എൻട്രി റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. എങ്ങനെയാണ് വരേണ്ടത് നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സും ഷെയർസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? നമുക്ക് ഇതിലിപ്പോൾ ഒരു 8 ഡിഫറൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റിൽ. നമുക്ക് ഇഷ്ടം പോലെ ഡിഫറൻസസ് എഴുതാൻ പറ്റും.
കേട്ടോ. പക്ഷേ അതിൽ ഏറ്റവും നല്ല ഡിഫറൻസസ് ആണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഒരു വലിയ എസ്സേ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ 10ഉം 15ഉം പോയിൻ്റ് എഴുതണം. അപ്പോൾ ആദ്യം ഈ പോയിൻ്റുകളൊക്കെ എഴുതിയതിന് ശേഷം മാത്രം നിങ്ങൾക്കറിയാവുന്ന സ്വന്തമായിട്ടുണ്ടാക്കുന്ന പോയിൻ്റുകൾ എഴുതുക. അപ്പോൾ നമുക്കെന്താണ് നോക്കാം. ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. 2 പാർട്ടുകളായിട്ടാണ്. ആദ്യത്തെ പാർട്ട് ഷെയറും രണ്ടാമത്തെ പാർട്ട് ഡിബഞ്ചറുമായിട്ടാണ്. ഷെയർ എന്താണെന്ന് നോക്കാം നമുക്ക്. ഷെയർ ഈസ് ആൻ ഓണർഷിപ്പ് സെക്യൂരിറ്റി. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് എ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി. ഷെയർ ഓണർഷിപ്പ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സാണ്. ഷെയർ എന്ന് പറഞ്ഞാൽ ഓണറാണ്. ഓണർഷിപ്പാണ് ഷെയറിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേസമയം കടം വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ് ഡിബഞ്ചേഴ്സ്. ദെൻ എ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ നമ്മൾ ആദ്യം പറയേണ്ട കാര്യമാണ്. ഷെയർ ഈസ് എ ഡോക്യുമെൻ്റ് ട്രാൻസ്ഫേഴ്സ് ഓണർഷിപ്പ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ക്രെഡിറ്റർഷിപ്പ്. ഓണർ ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്ററുകാരാണ് ഡിബഞ്ചേഴ്സുമാണ്. രണ്ടാമത്തെ ഡിഫറൻസ്, ഷെയർസ് ആർ ഓൾവേസ് അൺസെക്യൂർഡ്. എപ്പോഴും അൺസെക്യൂർഡാണ് ഷെയർസ്. ഷെയർ ഹോൾഡേഴ്സ് ഷെയർ എടുക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു സെക്യൂരിറ്റിയും തരുന്നില്ല കമ്പനി. അതേസമയം ഇൻ ദ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് മോസ്റ്റ്ലി ഡിബഞ്ചേഴ്സ് ആർ സെക്യൂർഡ്. ഭൂരിഭാഗം ഡിബഞ്ചേഴ്സ് എന്താണ്, സെക്യൂർഡാണ്. നമുക്കറിയാലോ, കടം വാങ്ങുമ്പോൾ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മോസ്റ്റ്ലി ഡിബഞ്ചേഴ്സ് ആർ സെക്യൂർഡ്. അപ്പോൾ ഷെയർസ് അൺസെക്യൂർഡും ഡിബഞ്ചേഴ്സ് എന്താണ്, സെക്യൂർഡാണ്. ഇനി ഷെയർസിൻ്റെ കേസിൽ റിട്ടേൺ ഈസ് ഡിവിഡൻഡ് വിച്ച് ഈസ് കമ്പനീസ് റെസിഡ്യുവൽ ഇൻകം. ഷെയർസിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഡിവിഡൻ്റാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് റിട്ടേൺ ഈസ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ഫിക്സഡ്. അല്ലേ, ഡിബഞ്ചേഴ്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള റേറ്റിനുള്ള ഇൻട്രസ്റ്റ് ആണ്, ഫിക്സഡ് ആണ്. ദെൻ ഷെയർസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയർസിൻ്റെ ഡിവിഡൻ്റാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഷെയർസിൻ്റെ താഴെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഷെയർസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നല്ല. ഷെയർസിൻ്റെ ഡിബഞ്ചേഴ്സ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കിട്ടുള്ളൂ. അല്ലേ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കിട്ടുള്ളൂ. ആർക്ക് കിട്ടുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ എന്ത് കിട്ടില്ല, ഡിവിഡൻഡ് കിട്ടില്ല, ഡിവിഡൻഡ് ഉണ്ടായിരിക്കില്ല. അതേസമയം ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് ഈസ് ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ഇൻട്രസ്റ്റ് പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ്, ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാഭം ഉണ്ടെങ്കിലും നഷ്ടമാണെങ്കിലും എന്ത് കൊടുക്കും, ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. കടം വാങ്ങിയതിന് ലാഭം ഉണ്ടെങ്കിൽ മാത്രം ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞാൽ സാധിക്കുമോ, സാധിക്കില്ല. അപ്പോൾ ലാഭമാണെങ്കിലും നഷ്ടമാണ്. ഇറ്റ് ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. അത് നിർബന്ധമായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അഞ്ചാമത്തെ പോയിന്റ്, അതായത് പ്രോഫിറ്റോ ലോസോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്യുന്നു. കാരണം എന്താണ്, ഇറ്റ് ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. അഞ്ചാമത്തെ പോയിന്റ്, നോ ചാർജ് ഓവർ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. സാധാരണഗതിയിൽ ഷെയർസ് എടുക്കുന്ന ആൾക്ക്, ഓണേഴ്സിന് ഒരു ചാർജും ഒരു അധികാരവും കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ മുകളിലുണ്ടായി. ചാർജ് ഉണ്ടായിരിക്കില്ല എന്ന് പറയാൻ കാരണം അവർക്ക് സെക്യൂർഡ് അല്ല എന്ന് പറയുന്നതിനോട് കൂട്ടി വായിക്കേണ്ട പോയിൻ്റാണിത്. യാതൊരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കില്ല, യാതൊരു അധികാരവും അസറ്റ്സിൻ്റെ മുകളിലുണ്ടായിരിക്കില്ല. അതേസമയം ഇൻ ദ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ജനറലി ചാർജ് ക്രിയേറ്റഡ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. അസറ്റ്സ് ഓഫ് ദ കമ്പനിയുടെ മുകളിൽ എന്തുണ്ട്, ചാർജ് ക്രിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും നഷ്ടം കമ്പനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഈ അസറ്റ്സ് വിറ്റ് കിട്ടുന്ന പണം ആർക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഡിബഞ്ചേഴ്സിന് റീപേയ്മെൻ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സിക്സ്ത് പോയിന്റ്, റൈറ്റ് ടു അറ്റൻഡ് മീറ്റിംഗ്സ് ആൻഡ് വോട്ട്. ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആണ് ഷെയർസ് എന്ന് നമ്മൾ പറഞ്ഞു. ഓണേഴ്സാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്, മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അതേസമയം നോ സച്ച് റൈറ്റ്സ് ടു അറ്റൻഡ് മീറ്റിംഗ്സ് ആൻഡ് വോട്ട് ഫോർ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചേഴ്സിന് ഈ ടൈപ്പ് റൈറ്റുകളൊന്നും തന്നെയില്ല. അതായത് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനോ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഒരിക്കലും തന്നെ ഡിബഞ്ചേഴ്സിനില്ല, ഡിബഞ്ചർ ഹോൾഡേഴ്സിനില്ല.
then shareholders are the last claimants of capital return on winding up. വൈൻഡിങ് അപ്പ് കമ്പനി അവസാനിപ്പിക്കുന്ന സമയത്ത്, കമ്പനി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഉള്ള ലാസ്റ്റ് ക്ലെയിമൻസ് ആണ് ഷെയർ ഹോൾഡേഴ്സ്. ലാസ്റ്റ് ക്ലെയിമൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ കടങ്ങളും വീട്ടി, എല്ലാ പൈസ കൊടുക്കാനുള്ളതും കൊടുത്തു തീർത്ത് ഏറ്റവും അവസാനം മാത്രം പേ ചെയ്യേണ്ട ആളുകളാണ് ഷെയർ ഹോൾഡേഴ്സ്. ഏറ്റവും അവസാനം മാത്രം പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് ഷെയർസിൻ്റെ എമൗണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് they are the first claimants of capital return on winding up. അതേസമയം ഡിബഞ്ചേഴ്സിൻ്റെ കേസിലെടുത്താൽ, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കേസിലെടുത്താൽ അവരാണ് ഫസ്റ്റ് ക്ലെയിമൻസ് ഓഫ് ക്യാപിറ്റൽ റിട്ടേൺ, അല്ലേ? ആദ്യമായിട്ട് കൊടുത്തു തീർക്കേണ്ട കടം വാങ്ങിയവരുടെ കടമാണ്, അല്ലേ? അപ്പോൾ അവർ ഫസ്റ്റ് ക്ലെയിമൻസ് ആണ്. ക്യാപിറ്റൽ റിട്ടേണിൻ്റെ ഫസ്റ്റ് ക്ലെയിമൻസ് ആണ് ആരെന്ന് പറയുന്നത്? ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഷെയർ ഹോൾഡേഴ്സ് കനോട്ട് ഗെറ്റ് ബാക്ക് ദെയർ മണി എക്സെപ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ. കമ്പനി അവസാനിപ്പിക്കുമ്പോഴല്ലാതെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പണം അല്ലെങ്കിൽ അവരുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് ഗെറ്റ് ബാക്ക് അല്ലെങ്കിൽ തിരിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അതേസമയം ഇൻ ദ കേസ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ക്യാൻ ഗെറ്റ് ബാക്ക് ദെയർ മണി അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. നമുക്കറിയാം ഡിബഞ്ചേഴ്സ് ഭൂരിഭാഗവും ഇന്ത്യയിൽ എല്ലായ്പ്പോഴും തന്നെ റിഡീമബിൾ ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ, അല്ലേ? അതുകൊണ്ട് തന്നെ റിഡംഷൻ സമയത്ത് അവരുടെ എമൗണ്ട് അവർക്ക് എന്ത് കിട്ടും? തിരിച്ചു കിട്ടും. ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് അവർക്ക് റിട്ടേൺ കിട്ടുന്നു. അതേസമയം ഷെയർ ഹോൾഡേഴ്സിന് ലിക്വിഡേഷന് മുൻപ് ആ എമൗണ്ട് കിട്ടാനുള്ള സാധ്യതയില്ല. ഇതാണ് ഡിഫറൻസസ്. 8 ഡിഫറൻസസ് ആണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കുട്ടികൾ നന്നായിട്ട് പഠിക്കണം. നമുക്ക് ഓർമ്മ വയ്ക്കാവുന്ന പോയിൻറ്റുകൾ നമുക്ക് ഓർമ്മ വെച്ച് പഠിക്കാം. ഓണർഷിപ്പ് പഠിക്കാം, സെക്യൂരിറ്റി, അങ്ങനെ ഞാൻ ഓർമ്മ വയ്ക്കുന്ന പോയിൻറ്റുകളാണ് പറയുന്നത്. കുട്ടികൾ അങ്ങനെ ഓർമ്മ വെച്ച് പോകാൻ, അല്ലെങ്കിൽ ഈ ബേസ് വെച്ച് ഡിഫറൻസ് എഴുതിയാലും മതി. 3 കോളായിട്ട് ഡിവൈഡ് ചെയ്ത് ബേസിൻ്റെ രീതിയിൽ ഡിഫറൻസ് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോഴും വാല്യൂ ചെയ്യുന്ന അധ്യാപകന് പെട്ടെന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഇത്രയും പോയിൻ്റ് അറിയാം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ബേസ് മോഡൽ എഴുതാമെന്ന് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓണർഷിപ്പാണ് ഫസ്റ്റ് ബേസ്. രണ്ടാമത്തെ ബേസ് സെക്യൂരിറ്റിയാണ്. സെക്യൂർഡ് ആണ് ഡിബഞ്ചേഴ്സ്, മറ്റ് അൺസെക്യൂർഡ് ആണ്. മൂന്നാമത്തെ റിട്ടേൺ ആണ്. റിട്ടേൺ ഒന്ന് ഡിവിഡൻറ്റും ഒന്ന് ഇൻട്രസ്റ്റ് ആണ്. ദെൻ അപ്രോപ്രിയേഷൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്നുള്ള ബേസ് കൊടുക്കാം. ദെൻ എന്താണ്, ചാർജ് അഗെയിൻസ്റ്റ് അസറ്റ്സ് കൊടുക്കാം. റൈറ്റ് ടു അറ്റൻഡ് അല്ലെങ്കിൽ റൈറ്റ് ടു വോട്ട് എന്ന് കൊടുക്കാം. റൈറ്റ് ടു അറ്റൻഡ് മീറ്റിംഗ്സ് കൊടുക്കാം. ക്ലെയിം എന്താണ്, റിട്ടേൺസ് അല്ലെങ്കിൽ എന്താണ്, ക്ലെയിം ഓഫ് ക്യാപിറ്റൽ റിട്ടേൺ എന്നുള്ള ടോപ്പിക് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ബേസായിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഡിഫറൻസസ് എഴുതാം. ഈ ടോപ്പിക്കോടുകൂടി, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കോടുകൂടി നമ്മുടെ കോമൺ സിലബസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി BCom BBA സെപ്പറേറ്റ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ചെറിയൊരു ഭാഗം, ഒരു മൊഡ്യൂൾ മാത്രമേ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ളൂ. ഇനി BBAയുടെയും BComൻ്റെയും സിലബസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. BCom സ്റ്റുഡൻസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിബഞ്ചർ റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളായിരിക്കും ഇനി ഉള്ള അടുത്ത ക്ലാസ്സായിട്ട് വരുന്നത്. അതേസമയം BBA സ്റ്റുഡൻസിന് ബോണസ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആയിരിക്കും അടുത്തായിട്ട് വരുന്നത്. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.